സോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എസ്പെഷ്യലി ബാഡ്മിൻ്റൺ പോലെ സ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക്സ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം ലെവലിലേക്ക് നിങ്ങളുടെ ഗെയിമിനെ ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു ഇൻഫർമേഷൻ കൂടുതലും കൊച്ചു കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മെൻ്റലി ഫിസിക്കലി നമ്മൾ ബേസിക്സിന് ഒരുപാടധികം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ വാമപ്പ് ചെയ്യുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ പ്ലാനിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മുടെ വിഷ്ണുവിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ബിഗിനർ ആയിട്ടാണ്, ഒരു ട്രെയിനർ ആയിട്ടോ ഒരു പ്ലെയർ ആയിട്ടോ അല്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിഷ്ണു വിൽ മേക്ക് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിനെ ഞാനിവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് ഞാനിവിടെ നിന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ കറക്ഷൻ നിങ്ങൾക്ക് ഒരുപാടധികം ഉപകാരപ്പെടും. ബിക്കോസ് നിങ്ങളും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കറക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സെയിം സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേ കറക്ഷൻസ് മനസ്സിലാക്കി നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽഡിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മളിപ്പം വാമപ്പിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹെഡ് ടു ടോ എല്ലാ ജോയിൻസും ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ജോയിൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, അവിടുത്തെ ലൂബ്രിക്കൻസ് ഓൺ ആക്കുക എന്നുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ബോഡിയുടെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാനും കളിക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ വരുമ്പം ഹെഡിൽ വരുന്ന സമയത്ത് മൊത്തം 3 എക്സസൈസ് ആണ്. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6. സോ ഈ ദെൻ ഷോൾഡറിലേക്ക് വരുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ബാഡ്മിൻ്റണിൽ. ബിക്കോസ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഷോൾഡർ സോക്കറ്റ് ജോയിൻസ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ ഫസ്റ്റ് സ്ട്രെച്ച് ചെയ്യണം. ഇങ്ങനെ ഒരു ഇവിടെ ലോക്ക് ചെയ്യുക, ദെൻ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് സ്ട്രെച്ച് ആവും. അതുപോലെ തന്നെ എന്ത് എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞാലും 2 കൈക്കും ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 2 കാലിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഈ ഒരു ഏരിയ ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. ദെൻ സോ നിങ്ങളുടെ ഈ ഒരു ഏരിയയിലേക്ക് കൈ കൊണ്ടുവന്നതിന് ശേഷം ആ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഏരിയയിലെ ഫൈബേഴ്സ് എല്ലാം ഫുള്ളി സ്ട്രെച്ച് ആവും. ഇതുപോലെ തന്നെ ബോത്ത് ഹാൻഡ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് സിംഗിൾ ഹാൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതുപോലെ തന്നെ 2 കൈകളും ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ബോത്ത് ഹാൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് റൊട്ടേഷൻ ചെയ്യുക. സോ അതോടുകൂടി നിങ്ങൾക്ക് കൈയുടെ ഒരുവിധ ആക്ടിവേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സ്ട്രെച്ചിങ് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഫിംഗേഴ്സിലല്ല, ഒന്ന് കവർ ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഏരിയ പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ആവും. സോ ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇത് ബോത്ത് ഹാൻഡ്സ് ആയിട്ട് ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം റിസ്റ്റ് റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് പ്രോപ്പറായിട്ടുള്ള റൊട്ടേഷൻ ചെയ്യുക. റിസ്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബാഡ്മിൻ്റൺ. റിസ്റ്റ് സ്ട്രെങ്തനിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസ്റ്റ് ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഹിപ്പാണ്. ഹിപ്പിനെ സെയിം ഈ പറഞ്ഞൊരു ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേഷൻ ചെയ്തോടാ പൊട്ടാ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വേണ്ടത്. സോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ജോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിപ്പ് കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് ലോവർ ബോഡിയാണ്. ലോവർ ബോഡി ആക്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലഞ്ചസ് ആണ്. റെഡി, സോ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുക. റൈറ്റ് ലെഗ് ഒരുപാട് നീ ഫ്രണ്ടിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സെൻറ്ററിലോട്ട് ഡിപ്പ് ചെയ്യുക. സോ അപ്പ് ആൻഡ് ഡൗൺ 1 2 3 4 ദെൻ ബാക്ക്. ദെൻ ഇതൊരു ടൈപ്പ് ഓഫ് ലഞ്ചസിൻ്റെ ഒരു വേരിയേഷൻ ആണത്. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റെഡി 1 ബാക്ക് 2 ബാക്ക്. സോ ഇതൊരു വേരിയേഷനാണ്. ഇതിന് തന്നെ ഒരു വേരിയേഷനോടെ നിങ്ങൾക്ക് ചെയ്യാം. റെഡി, ഫ്രണ്ട് സ്ട്രൈറ്റ് ബാക്ക്, നേരെ ബാക്ക്, സെൻറ്റർ ടച്ച് ചെയ്യാതെ അഗെയിൻ. സോ ഇത് ചെയ്യുന്ന സമയം നിങ്ങളുടെ ബോഡി ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതൊരു ബെറ്റർ വർക്കൗട്ടാണ്. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ 3 വേരിയേഷൻ ലഞ്ചസ് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ തന്നെ വാക്കിംഗ് ലഞ്ചസ്, നിങ്ങൾക്ക് ഈ ലഞ്ചസ് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിലൊക്കെ ചെയ്യാം. പല വേരിയേഷനിൽ നിങ്ങൾക്ക് വാമപ്പ് ചെയ്യാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ ലെഗിന് സ്ട്രെങ്ത് കൂടാനും നിങ്ങളുടെ എല്ലാ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യാനും ഇങ്ങനത്തുള്ള വർക്കൗട്ട്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സോ ഇത് കൂടാതെ വരുന്ന ലെഗിൻ്റെ നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് സൈഡ് സിറ്റ് ആണ്. സോ കാല് കുറച്ച് വൈഡാക്കി വെച്ചതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട് സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട് സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ ഈ ഒരു ഏരിയ ഫുൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊരു വർക്കൗട്ടായിരിക്കും. അപ്പം ഇതിൽ നമ്മൾ എല്ലാ വർക്കൗട്ട്സും ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കൗട്ട്സും ആഡ് ചെയ്തിട്ടില്ല. ലിമിറ്റഡ് ആയിട്ട് വളരെ ആവശ്യമായിട്ടുള്ള വർക്കൗട്ട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്തു. ബിക്കോസ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആംഗിൾ റൊട്ടേഷനാണ്. അതിന് ഫസ്റ്റ് നിങ്ങൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ പറഞ്ഞൊരു സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൊട്ടേഷനാണ്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബേസിക്കലി നിങ്ങളുടെ ബോഡിക്കൊരു ഇൻഫോർമേഷൻ കിട്ടും. നിങ്ങൾ എന്തോ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാമെന്നുള്ള കാര്യം. ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് റണ്ണിങ്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോർട്ടിന് ചുറ്റും ഒരു 3-4 റൗണ്ട്സ് ഓടാനായിട്ട് ശ്രമിക്കുക. അതിൽ ലാസ്റ്റ് റൗണ്ട് കുറച്ച് വേഗത്തിൽ ഓടാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ ഒരു ബ്രീത്ത് കപ്പാസിറ്റി ഒക്കെ അതിൽ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും.
അതിൻ്റെ കൂടെ തന്നെ ബിക്കോസ് നമ്മൾ ഇതിനകത്തൊരു കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ജസ്റ്റ് ബാഡ്മിൻ്റൺ മാത്രമല്ല ചെയ്യുകയും അതിൻ്റെ കൂടെ പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. സോ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സോ ഇത് കൂടാതെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റിയിൽ ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈനി ചെയ്യാം. ഹൈനി റണ്ണിങ്ങിൻ്റെ വേറൊരു എക്സസൈസ് ആണ്. റെഡി? നീ മാക്സിമം മുകളിലേക്ക് അപ്പാവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു റണ്ണിങ് എക്സ്പീരിയൻസ് അതിനോട് ക്രിയേറ്റ് ആവും. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വാമപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നല്ലൊരു വാമപ്പ് കറക്റ്റായിട്ട് ഡെയിലി നിങ്ങൾ കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഈ വാമപ്സ് എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ഫീല് ബോഡിക്ക് കിട്ടും, നല്ലൊരു മെൻ്റലി ഒരു റിലാക്സിങ് ഫീൽ കിട്ടുന്നതായിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് അതിൻ്റെ കമൻറ്റ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, നമ്മൾ അതിൻ്റെ റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.